സ്വാതന്ത്ര്യം രണ്ടാം ഭാഗം ഇനി വരാൻ പോകുന്ന എപ്പിസോഡ് വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അവസാനം അനുശ്രീയാണെങ്കിൽ താലി പൊട്ടിച്ച് അലോകിൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് ബാലൻ്റെ കൂടെ ദേവമംഗലത്തേക്ക് വരികയാണ്. അപ്പം അത് കൃഷ്ണമംഗലത്തുള്ളവർക്കെല്ലാം ഭയങ്കര ദേഷ്യവും വിഷമവും ഒക്കെ ആവുന്നുണ്ട്. കാരണം ബാലൻ്റെ മുന്നിൽ തോറ്റുപോയതിന് തുല്യമല്ലേ അനുശ്രീ തിരിച്ചു പോയത്. പക്ഷേ ദേവമംഗലത്തുള്ളവർക്കൊക്കെ ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. അതിനുശേഷം അലോകിനോട് കാര്യമെല്ലാം ചോദിക്കുമ്പോൾ അനുശ്രീ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുന്നുണ്ട്. ഇത് കേട്ട അനന്തനാണെങ്കിൽ അലോകിനെ അടിക്കുന്നുണ്ട്. ഉടനെ അച്യുതൻ വന്ന് ഇടയ്ക്ക് വന്ന് നിന്നിട്ട് പറയാണ്, എന്നെ വേണമെങ്കിൽ അടിച്ചോ ഏട്ടന്, പക്ഷേ ഇനി അവനെ അടിക്കാൻ പറ്റത്തില്ല. എൻ്റെ മുന്നിട്ട് അവനെ അടിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടത്തില്ല എന്ന് അച്യുതൻ പറയാണ്. ഇത് കാണുമ്പോൾ അനന്തനാണെങ്കിൽ ഇങ്ങനെ അച്യുതൻ പറയുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ചെയ്ത എന്താ തെറ്റ്? നമ്മുടെ കുടുംബം അവരുടെ മുന്നിൽ തോക്കാതിരിക്കാൻ വേണ്ടിയല്ലേ ഇങ്ങനെ ചെയ്തത്? മാത്രവുമല്ല, നമ്മുടെ വീട്ടിൽ ഒരു വിവാഹം ഇതേപോലെ ഉറപ്പിച്ച സമയത്ത് നമ്മുടെ പെൺകുട്ടിയെ ഇവിടുന്ന് അവർ അടിച്ചുകൊണ്ട് പോയി. അതേപോലെ അതിന് പ്രതികാരം എന്നോണല്ലേ അവിടുത്തെ പെൺകുട്ടിയെ ഇങ്ങോട്ട് ഇവൻ അടിച്ചുകൊണ്ട് വന്നത്? അതിൻ്റെ പ്രതികാരം വീട്ടിയതല്ലേ? അതിൽ എന്ത് തെറ്റാ ഉള്ളതെന്ന് അച്യുതൻ ചോദിക്കുകയാണ്. അപ്പം അനന്തൻ പറയാണ്, അത് ശരിയാണോ? അവനെ ഭാര്യയാക്കാനൊന്നും അല്ലല്ലോ ആ കുട്ടിയെ കൊണ്ടുവന്നത്, പ്രതികാരം തീർക്കാൻ വേണ്ടി മാത്രമാണ്. പക്ഷേ ഇവിടുന്ന് കൊണ്ടുപോയ പെൺകുട്ടിയോ അവർ ഭാര്യയായി കൂടെ ജീവിക്കുന്നുണ്ട്. അപ്പോൾ അച്യുതൻ പറയാണ്, ആര് പറഞ്ഞ് ഭാര്യയായി കൂടെ ജീവിക്കുന്നുണ്ടെന്ന്? ഇതൊക്കെ നമ്മുടെ മുന്നിൽ കാണിക്കുന്നില്ലേ? അത് സത്യം എന്താണെന്ന് നമുക്കറിയാമോ ഏട്ടാന്ന് പറയാണ്. ഏട്ടൻ ഇപ്പം അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്. ആ ആര്യൻ അവളെ ഭാര്യയായിട്ട് കണ്ടെന്നും കൂടെ സന്തോഷമായിട്ട് ജീവിക്കുന്നതാണെന്നുമാണോ ഏട്ടൻ വിചാരിച്ചേക്കുന്നത്? അച്യുതൻ ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ അനന്ത ഒന്നും മിണ്ടുന്നില്ല. എന്തായാലും ഇവിടുത്തെ മരുമകളെ അവർ പിടിച്ചുകൊണ്ട് പോയി. എൻ്റെ മരുമകളെ ഇവിടുന്ന് തിരിച്ച് പിടിച്ചുകൊണ്ട് പോയ സ്ഥിതിക്ക് അവിടേക്ക് പോയ നമ്മുടെ കൊച്ചിനെ തിരിച്ചു കൊണ്ടുവരണമെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ അനന്തരൊന്നും മനസ്സിലാവുന്നില്ല. ഏട്ടന് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത്? നമ്മുടെ മിത്ര മോളെ തിരിച്ചു കൊണ്ടുവരണമെന്നാണ്. ഇവിടുന്ന് അവരുടെ കൊച്ചിനെ അവർ തിരിച്ചു കൊണ്ടുപോയെങ്കിൽ നമ്മുടെ കൊച്ചിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാമല്ലോ എന്ന് അച്യുതൻ പറയുന്നുണ്ട്. അപ്പോൾ മിത്രയുടെ അമ്മ വന്നിട്ട് ചോദിക്കണം, അതെങ്ങനെ ശരിയാവുന്നത്? അവളുടെ ഭർത്താവിൻ്റെ കൂടെ അവിടെ കഴിയുമ്പോൾ നമ്മൾ ചെന്നാൽ വിളിച്ച് അവൾ വരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അച്യുതൻ പറയാണ്, അവിടെ ഭർത്താവിൻ്റെ കൂടെ എന്ത് സന്തോഷത്തിൽ കഴിയുന്ന ഏട്ടത്തി വിചാരിച്ചേക്കുന്നത്? അതൊക്കെ നമ്മുടെ മുന്നേ ചുമ്മാ കാണിക്കുന്ന ഒരു പ്രഹസനം മാത്രമല്ലേ? അവളോട് നേരിട്ട് ചോദിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അവൾ പറഞ്ഞിട്ടുണ്ടോ ആരിൻ്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കുന്നതെന്ന്? പിന്നെ നമ്മളെ വിഷമിക്കേണ്ടെന്ന് വിചാരിച്ച് അവൾ ചിലപ്പം പറഞ്ഞു കാണൂ എന്ന് അച്യുതൻ പറയുന്നുണ്ട്. എന്തായാലും മിത്രയെ തിരിച്ചു കൊണ്ടുവരണം, ഇതിനൊരു തിരിച്ചടി കൊടുത്തേ പറ്റൂ എന്ന് പറയാണ്. അപ്പം അനന്തൻ്റെ അടുത്ത് പറയാണ്, ഏട്ടൻ കൂടെ നിന്നില്ലെങ്കിലും ഞാൻ ഇതിന് തിരിച്ചടി കൊടുത്തിരിക്കും. കാരണം എൻ്റെ മോനാണ് അപമാനിക്കപ്പെട്ടത്, ഞാൻ തിരിച്ചടി കൊടുത്തിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് അച്യുതൻ അങ്ങ് പോവാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് അനന്തനാണെങ്കിൽ ആകപ്പാടെ വിഷമമൊന്നുണ്ട്. അനന്തന് ആര്യനെയും മിത്രയും പിരിക്കണമെന്ന് ഒരു താല്പര്യമില്ല. അപ്പോഴാണ് അച്യുതൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുന്നത്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അവർ തമ്മിൽ പിരിക്കേണ്ട ഒരാവശ്യമില്ല. അനുശ്രീ സ്വന്തം ഇഷ്ടത്തിനാണ് പോയത്. മാത്രമല്ല ഇവന് അവളോട് ഒരു സ്നേഹവുമില്ല, അതുകൊണ്ടാണ് പോയത്. മറ്റവരങ്ങനല്ല ജീവിക്കുന്നത്. മിത്രയും ആര്യനും സന്തോഷകരമായി ജീവിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ആ പിള്ളേരുടെ ജീവിതം നമ്മുടെ ഒരു വാശി പുറത്ത് നശിപ്പിക്കലെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അച്യുതൻ ഇതൊന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല. അച്യുതൻ എങ്ങനായാലും ഇതിനുള്ള പ്രതികാരം വീട്ടണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പം അതിനുശേഷം അനന്തൻ്റെ ഭാര്യ പറയുന്നുണ്ട്, നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ മോളുടെ ജീവിതം നശിപ്പിക്കല്ലേ? അവൾ ആര്യൻ്റെ കൂടെ സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത്. നിങ്ങളുടെ അനിയന് വൈരാഗ്യം തീർക്കാനുള്ളതല്ല നമ്മുടെ മോളുടെ ജീവിതം എന്നൊക്കെ മിത്രയുടെ അമ്മയും പറയുന്നുണ്ട്. അപ്പം അനന്തൻ പറയുകയാണ്, അച്യുതൻ പറയുന്നതിൽ ഒരു കാര്യമില്ലേ? ഇവിടുന്ന് അനുശ്രീയെ വിളിച്ചുകൊണ്ട് പോയി, അതുപോലെ തിരിച്ച് പ്രതികാരം വീട്ടണമെന്ന് നമ്മൾ ചിന്തിക്കുന്നതിന് എന്താ തെറ്റെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മിത്രയുടെ അമ്മ പറയുന്നുണ്ട്, നിങ്ങൾ പ്രതികാരം വീട്ടിക്കോ, അതിന് കുഴപ്പമില്ല. പക്ഷേ എൻ്റെ മോളുടെ ജീവിതം വെച്ച് നിങ്ങൾ പ്രതികാരം വീട്ടാൻ നിൽക്കല്ലേ? ആര്യനും മിത്ര ഇപ്പോൾ സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത്. അപ്പം അവരുടെ ഇടയിലേക്ക് നമ്മൾ ഓരോ പ്രശ്നമായിട്ട് കൊണ്ടു ചെല്ലലെന്ന് മിത്രയുടെ അമ്മ പറയുന്നുണ്ട്. അപ്പം അനന്തൻ ഇങ്ങനെ ആകെപ്പാട് ധർമ്മസങ്കടത്തിലാണ്. അച്യുതനാണെങ്കിൽ മിത്രയെ തിരിച്ചു കൊണ്ടുവരണം, അങ്ങനെ ഒരു വാശിപ്പുറത്ത് നിൽക്കുകയാണ്. പക്ഷേ അനന്തന് അതിനോട് വലിയ താല്പര്യമില്ല. നമ്മുടെ മോളുടെ ജീവിതമാണ് തകരുന്നതെന്നൊക്കെ മിത്രയുടെ അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അനന്തനാണെങ്കിൽ എന്ത് ചെയ്യണമെന്നല്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ ഉദയഭാനുവാണെങ്കിൽ പുതിയ പ്ലാൻ തയ്യാറാക്കുകയാണ്. എങ്ങനെയെങ്കിലും ദേവകി സ്റ്റോഴ്സ് നശിപ്പിച്ചാലും വേണ്ടിയില്ല, നശിച്ച് അത് പൂട്ടിക്കെട്ടിപ്പോയാലും വേണ്ടിയില്ല, എങ്ങനെയെങ്കിലും അവിടുന്ന് കുറച്ച് കാശടിച്ച് മാറ്റണമെന്നൊക്കെ ഇങ്ങനെ ഉദയഭാനു ചിന്തിച്ച് കൂട്ടിയാണ്. അപ്പം ഭാര്യയോട് പറയുന്നുണ്ട്, ഞാൻ ഇത് വെച്ചൊരു കലക്കുമെന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ ഉദയഭാനുവിൻ്റെ ഭാര്യ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ഏതെങ്കിലും ഏടാ കൊടുത്ത് ചെന്ന് ചാടിക്കഴിഞ്ഞാലേ രക്ഷപ്പെടണമെന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ഉദയഭാനു ഇങ്ങനെ മനസ്സ് വിചാരിക്കുന്നുണ്ട്, ദേവിക സ്റ്റോഴ്സിൽ നിന്ന് കട്ട് മുടിച്ചാലും വേണ്ടിയില്ല, എൻ്റെ ദിവ്യമോളുടെ കല്യാണം നന്നായിട്ട് നടക്കണം, അവിടെ നിന്നുള്ള കാശെല്ലാം അടിച്ചു മാറ്റണമെന്നൊക്കെ പറഞ്ഞിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ സമയത്ത് ദേവകി സ്റ്റോഴ്സിൽ ആനന്ദാണെങ്കിൽ ഒളിക്യാമറ വെച്ചിട്ടുണ്ട്. ഇനി ചെന്ന് അവിടെ കക്കാൻ ചെല്ലുമ്പോഴത്തേക്കും ഉദയഭാനുവിനെ കയ്യോടെ പൊക്കാൻ, തെളിവോടെ പൊക്കാനുള്ള
ക്യാമറ അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതൊന്നും അറിയാതെ ഉദയഭാനു വീണ്ടും ദേവദ സ്റ്റോഴ്സിലേക്ക് പോവുകയാണ്. എങ്ങനെയെങ്കിലും അവിടുന്ന് ഉള്ള കാശെല്ലാം അടിച്ചു മാറ്റണം. ഉദയഭാനുവിന് ഒരു സംശയവും ഇല്ലെന്ന് ഉദയഭാനു വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ ഉദയഭാനു വീണ്ടും ചെല്ലുകയാണ് കടയിലേക്ക്. അപ്പം അവിടെ പതിവ് പോലെ ബാലനും ദേവിയൊക്കെ ഉള്ളൂ. അങ്ങനെ ബാലനാണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയം നോക്കി വീണ്ടും ഉദയഭാനു ചെല്ലുകയാണ്. അപ്പോൾ ഈ സമയത്ത് ദേവിയാണെങ്കിൽ ഉദയഭാനു കാണുമ്പോൾ ഉടനെ ചോദിക്കുന്നുണ്ട്, അച്ഛനെന്താ ഇപ്പം എന്നും ദേവി സ്റ്റോഴ്സിലേക്ക് വരുന്നത്? അതിൻ്റെ ആവശ്യം എന്താ? അച്ഛൻ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? എനിക്കിഷ്ടമല്ല, അച്ഛൻ വരണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ നമ്മുടെ ഉദയഭാനു പറയാണ്, അത് മോളെ വെറുതെ ഇരിക്കല്ലേ വീട്ടിൽ, അപ്പോൾ മോളെ വന്നൊന്ന് സഹായിക്കുക, ഇവിടെ മോളും കിടന്ന് കഷ്ടപ്പെടുമല്ലേ, മോളെ ഒന്ന് സഹായിക്കാമെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ദേവി പറയുന്നുണ്ട്, അച്ഛൻ ഇങ്ങോട്ട് വരണ്ട, അച്ഛൻ ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്ന് ആവശ്യമില്ലാത്ത ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഉദയഭാനു പറയുന്നുണ്ട്, നീ എന്നെ സംശയിക്കാതെ, ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ദേവിയാണെങ്കിൽ കസ്റ്റമർ വന്നപ്പോഴത്തേക്ക് അങ്ങോട്ട് സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കാൻ പോവാണ്. ഈ സമയത്ത് ഉദയഭാനു പതിവ് പോലെ ക്യാഷ് കൗണ്ടറിൽ കയറിയിരിക്കുകയാണ്. അപ്പം മേശയിലേക്ക് നോക്കുമ്പം ഇഷ്ടംപോലെ പൈസ ഇരിപ്പുണ്ട്. അപ്പം ഉദയഭാനു ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇന്നും നിറച്ച് കാശുമായിട്ട് പോവാമെന്നാണ് തോന്നുന്നത്, എന്തായാലും നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഉദയഭാനു വീണ്ടും കക്കാനായിട്ട് വന്നിരിക്കുകയാണ് ദേവകി സ്റ്റോഴ്സിൽ. ഇതൊന്നും അറിയാതെ ദേവിയും ഉണ്ട്. എന്തായാലും ആനന്ദ് ഇന്നത്തോടെ ഉദയഭാനുവിനെ പിടികൂടും. അങ്ങനെ വീണ്ടും പൈസ അടിച്ചു മാറ്റാനുള്ള ലക്ഷ്യത്തോടെ ഉദയഭാനു കടയിൽ വന്നിരിക്കുകയാണ്.